എഫിൻ്റെ ഏറ്റവും പ്രമുഖമായ സഖ്യകക്ഷിയെപ്പോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP പ്രവർത്തിച്ചിട്ടുള്ളത്. AKG സെന്ററിൽ ഇരുന്നപ്പോൾ CPM-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPM-ന് പിന്തുണ പിൻവലിച്ച് UDF-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിരപരിപാടി. എല്ലാ വർഗീയ ശക്തികളും കാലം ഇത്രയും ഇടതുപക്ഷത്തിന്റെ ഒപ്പമായിരുന്നു. ഓരോ ചെറിയ പാർട്ടികൾ അവരുടേതായ നിലയ്ക്ക് ഓരോ പിന്തുണ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. വെൽഫെയർ ഇങ്ങോട്ട്, PDP അങ്ങോട്ട്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഇത്തരം നിലപാട് തുടർച്ചയായി മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനവുമായി പരസ്യമായി കൈകോർക്കുന്ന UDF-ന്റെ നിലപാട് മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണ്. ഇത്തരം മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള പ്രചരണങ്ങൾക്കും ശക്തി പകരാൻ, BJP പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പണിയാണ് UDF നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടെന്നുള്ളല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. നിലപാടുകൾ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുകയും ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന കാലമൊക്കെ പണ്ടേ മാറി. വോട്ടാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പ്രധാനം. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാകുന്ന നിലമ്പൂരിൽ UDF-നും LDF-നും മുന്നിൽ വച്ചു നീട്ടുന്ന ഒരു പിന്തുണയും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് 3 തരം. PDP ആയാലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി, പിന്തുണയുടെ പേരിലെ പഴി മുന്നണികൾ സഹിക്കും, തലയിൽ വെക്കുകയും ചെയ്യും. ഒരു കാലത്ത് പിന്തുണ നൽകിയവരെ മറുപക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ കണ്ണടച്ച് തള്ളിപ്പറയുകയും ചെയ്യും. ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞവരെ വേണമെങ്കിൽ നെഞ്ചോട് ചേർക്കുകയും ചെയ്യും. അതാണ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം. പലപ്പോഴും ജമാഅത്തെ പിന്തുണ തേടിയ CPM വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണയെ വിമർശിക്കുന്നത് ഇതേ രാഷ്ട്രീയമല്ലാതെ പിന്നെ മറ്റെന്താണ്? PDP-യെ വിമർശിച്ചവർ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയല്ലേ അതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ പിന്തുണ വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയുണ്ടെങ്കിൽ പോലും ആ പഴി തൽക്കാലം സഹിക്കാൻ UDF തയ്യാറാകുന്നതും മറ്റെന്തുകൊണ്ടായിരിക്കും? വോട്ടിന് വേണ്ടി പ്രഖ്യാപിത നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത ആരുണ്ടിവിടെ? വർഗീയ പാർട്ടികളെ നെഞ്ചു വിരിച്ച് തള്ളിപ്പറയാൻ ധൈര്യമുള്ളവർ. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ചേർന്നു CPM നേതാവ് ശ്രീ VPP മുസ്തഫ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP നേതാവ് അഡ്വക്കേറ്റ് TK അശോക് കുമാർ, ഒപ്പം PDP-യുടെ സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് സേനാപതി വേണു, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ന് വരുന്നു. അത് തള്ളിക്കളയാൻ UDF-ന് കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പാണ്, വേണ്ടത് വോട്ടാണ്, തർക്കമില്ല. പക്ഷേ ഇത് BJP-ക്ക് ഒരു ക്യാമ്പയിൻ നടത്താനുള്ള ഒരു അവസരം തുറന്നു കൊടുക്കുന്നു എന്നാണ് ഇടതുമുന്നണി പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. BJP നടത്തുന്ന ആരോപണങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു നീക്കം UDF നടത്തുന്നു. അങ്ങനെ മതവർഗീയ ശക്തികൾക്ക് കൈ കൊടുക്കുന്നതിലൂടെ BJP-യെ വളർത്തുന്നു. മതനിരപേക്ഷവാദികൾ UDF-നെ തള്ളിക്കളയും. കഴമ്പില്ലേ? അപർണ, 2014 മുതൽ നമ്മൾ കേരളത്തിൽ കാണുന്ന CPM-ന്റെ ഒരു രാഷ്ട്രീയ പ്രചരണമാണ്. RSS ഇതാ വരുന്നു, BJP കേരളത്തിൽ വരുന്നു, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങളെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു BJP ഉമ്മാക്കി കാണിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിൽ ഏറെയായി ഇവർ ഈ പ്രചരണം നടത്തുകയും മറുഭാഗത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഇവര് ഈ പറയുന്ന ശക്തികളുമൊക്കെയായി അപ്പുറത്തേതും ഇപ്പുറത്തേതും, അത് സംഘപരിവാർ ശക്തികളാണെങ്കിലും ഇവരിപ്പോൾ ഈ പറയുന്ന ശക്തികളാണെങ്കിലും ഇവരും ഒക്കെയായി രഹസ്യമായും പരസ്യമായും എല്ലാവിധമായ ധാരണകളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സുവ്യക്തമായ നിലപാട് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് എൻറോൾ ചെയ്തിട്ടുള്ള ഏതൊരു പൗരനും, അയാളുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, അയാളുടെ പ്രത്യയശാസ്ത്രം എന്തുമായിക്കൊള്ളട്ടെ, അയാളുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2,32,304 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ആളുകളിൽ ആർക്കും UDF-നെ പിന്തുണയ്ക്കാം, ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാം, ഞങ്ങൾ വോട്ട് ചെയ്യാം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആ കാര്യത്തിൽ ഞങ്ങളുടെ സുവ്യക്തമായ നിലപാട് അത് വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം
ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ അൻവർ ആണല്ലോ ഒരു മുദ്രാവാക്യം കേരളത്തിൽ ആദ്യമായിട്ട് വെച്ചത് പിണറായിസത്തിനെതിരെ. അൻവർ ചില കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞു. അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് അതെല്ലാം പൂർണ്ണമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. 9 കൊല്ലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ജനദ്രോഹ നയങ്ങൾ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫൈനൽ പോരാട്ടത്തിന്റെ സെമിയാണ് ഇവിടെ നടക്കുന്നത്. ആ സെമി വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കണം. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 2700 വോട്ടുകളുടെ കുറവിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടുള്ളത്. അതിനെ മറികടന്നുകൊണ്ട് അതിന്റെ ഒരു 10ഓ 20ഓ ഇരട്ടി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്കിപ്പോൾ അവിടെ ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അപർണ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന അവിടുത്തെ ഏത് വോട്ടറുടെയും വോട്ട് ഞങ്ങൾ സ്വീകരിക്കും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. പിന്നെ ഇപ്പോ ചില ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നു, അല്ലെങ്കിൽ മറ്റ് സംഘടനകളെ ഒക്കെ തള്ളി പറയുന്നു. ഞാൻ ചർച്ചയുടെ 1ാം ഫേസിൽ VPP മുസ്തഫ സംസാരിച്ചതിന് ശേഷം സൂചിപ്പിക്കാം. ഏതൊക്കെ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുകയും ഇടതുപക്ഷം ആ പിന്തുണയെ സഹർഷം സ്വീകരിച്ചുകൊണ്ട് അവരുടെ നേതാക്കൾ നടത്തിയ പ്രസ്താവനയും ദേശാഭിമാനി പത്രത്തിൽ വന്ന ലേഖനങ്ങളും ഒക്കെ അത് VPP മുസ്തഫ സംസാരിച്ചതിന് ശേഷം ഞാൻ 2ാം ഫേസിൽ അതിനെ സൂചിപ്പിക്കാം എന്ന് കരുതുകയാണ്. അപ്പോ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, അല്ല ശ്രീ സേനാപതി വേണു, VPP മുസ്തഫ പറയുന്നതിന് മുമ്പ് LDFന്റെ പ്രചാരണം ഏത് തരത്തിലാണെന്ന് താങ്കൾ തന്നെ കാണുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദ് ഏറ്റവും അധികം വിമർശിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആയുധമാക്കി LDF മാറ്റുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ തരത്തിലുള്ള പ്രചാരണ ആയുധങ്ങളൊക്കെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു, പ്രയോഗിച്ചും കഴിഞ്ഞിരിക്കുന്നു. UDF ന്യൂനപക്ഷ വോട്ട് വേണം, ഇത് പ്രതിരോധിക്കണം, ഇത് തള്ളിപ്പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ഫിക്സിലേക്ക് വന്നു പെട്ടോ മുന്നണി? അല്ല, ഞങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല, ഞങ്ങൾ അവരോട് വോട്ടും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ നിലമ്പൂരിലെ പൗരജനങ്ങളോടാണ്, വോട്ടർമാരോടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഇനി ജമാഅത്ത് ഇസ്ലാമിക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്താ പറഞ്ഞ ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ കാലഘട്ടത്തിലെയും നിലപാടുകളെ, ആ നിലപാടുകളോട് ഞങ്ങൾ അകലം പാലിച്ചവരാണ്. ഞങ്ങൾ അവരുമായിട്ടൊരു തെരഞ്ഞെടുപ്പ് സഖ്യമോ ധാരണയോ ഇല്ല. നിരുപാധികമായി അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്നു. ആ പിന്തുണയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ ഒരു വാക്കുകൂടി അപർണയെ ഓർമ്മപ്പെടുത്തുകയാണ്. പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ 5 ദിവസം മുമ്പ് SDP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അലിയാർ അദ്ദേഹം പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ പിന്തുണ, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് പിന്തുണ, ചേലക്കരയിൽ ഞങ്ങൾ ആർക്കും പിന്തുണ കൊടുക്കുന്നില്ല എന്ന് അവരൊരു പ്രസ്താവന നടത്തി. അപ്പോൾ വ്യാപകമായ രീതിയിലുള്ള വിമർശനം ഉണ്ടായി. ഞങ്ങളിതാ SDP തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഞങ്ങൾ അന്നും ഞങ്ങളുടെ നിലപാട് സുവ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെ പിന്തുണയ്ക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം. തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപനം വന്നപ്പോഴത്തേക്കും 6ഓ 7ഓ SDP കൊടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം വിജയത്തിന്റെ ക്രെഡിറ്റ് അത് അവർക്ക് കൂടി അവകാശപ്പെട്ടോട്ടെ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെയോ വെൽഫെയർ പാർട്ടിയുടെയോ ശരി, അഡ്വക്കേറ്റ് സേനാപതി വേണു, അത് ഇടതു മുന്നണിയുടെ അപ്പുറത്തേക്ക് ഇതിന് മുന്നണിക്കകത്തുണ്ടാകുന്ന വിഷയങ്ങൾ കൂടിയാണ്. ചെറിയൊരു സാങ്കേതിക വിഷയം കൂടി താങ്കളിലേക്ക് വരാം വളരെ പെട്ടെന്ന്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് അഡ്വക്കേറ്റ് TK അശോക് കുമാർ BJP പാനലിസ്റ്റ് കൂടി നമുക്കൊപ്പം ചേരുന്നു. BJP ഈ വിഷയത്തിനകത്ത് എടുത്തിരിക്കുന്ന നിലപാട് ഇരു മുന്നണികളും ഓക്കെ താങ്കളിലേക്ക് തന്നെ ശ്രീ VPP മുസ്തഫ ഉണ്ട്, അദ്ദേഹം ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. അതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ TK അശോക് കുമാർ, ഇരു മുന്നണികളും വർഗീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു നിലപാട് BJP നേതാക്കന്മാർ കാണിച്ചിരിക്കുന്നു. ആദ്യം നിലമ്പൂരിൽ നിന്ന് വന്നത് CPM-ഉം BJP-യും തമ്മിൽ ഒത്തുകളിയുണ്ട്, അതുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയില്ല എന്ന തരത്തിൽ ആദ്യം അതാണ് താങ്കൾക്കും അറിയാവുന്ന വിഷയമാണ്. ആ തരത്തിൽ UDF നേരത്തെ ആരോപണങ്ങൾ വന്നതാണ്. അതായത് ഇത്തരത്തിലുള്ള പിന്തുണകൾ ബന്ധപ്പെട്ട് പരസ്യ പിന്തുണ, രഹസ്യ പിന്തുണ ഒക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതാണ്. ഈ തരത്തിൽ 2 മുസ്ലിം സംഘടനകളുടെ പിന്തുണ LDF-നും UDF-നും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോൾ BJP-ക്ക് പുറത്തിറക്കാൻ കഴിയുന്ന ആയുധം ഇതൊക്കെ തന്നെയാണല്ലേ? വർഗീയ സംഘടനകളുടെ വർഗീയ വോട്ടുകൾ തേടുന്നു കേരളത്തിലെ 2 മുന്നണികൾ എന്നത് തന്നെയാണോ?
നോക്കൂ, ഞങ്ങൾ ദീർഘകാലമായി ഞങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയുന്നത് കേരളത്തിലെ ഇരു മുന്നണികളും മതവർഗീയ തീവ്രവാദ രാഷ്ട്രീയ കക്ഷികളുടെ തടവറയിലാണെന്ന് ഞങ്ങൾ പറഞ്ഞു വരുന്നു. ലോകത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത തീവ്രവാദി സംഘടനയായിട്ടാണ് അറിയപ്പെടുന്നത് ജമായത്തെ ഇസ്ലാമി. മറ്റൊന്ന് ഹസ്നുൽ ബന്നയുടെ ഇസ്ലാമിക് ബ്രദർഹുഡാണ്. ഇസ്ലാമിക് ബ്രദർഹുഡും ജമായത്തെ ഇസ്ലാമിയുമാണ് ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും തീവ്രവാദവും മതഭീകരവാദവും കയറ്റി അയക്കുന്നത്. അവർ ജനാധിപത്യത്തിന് എതിരാണ്, ദേശീയതയ്ക്ക് എതിരാണ്. അവർക്ക് മത തീവ്രവാദത്തിന് അപ്പുറത്തേക്ക് അവർക്ക് രാഷ്ട്രീയം ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ള ജമായത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ 2000-ഓ 3000-ഓ വോട്ടിനു വേണ്ടിയിട്ടാണ് UDFും LDFും പരസ്പരം പഴിചാരുന്നത്, മത്സരിക്കുന്നത്. ഒരു ഭാഗത്ത് UDFിനോടൊപ്പം പിന്തുണയ്ക്കുന്നത് ജമായത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുമ്പോൾ UDFിനെ സംബന്ധിച്ച് ഇത് പുതിയ കാര്യമൊന്നുമല്ല. പാലക്കാട് BJPയെ തോൽപ്പിച്ച് വിജയത്തിലേക്ക് വന്നപ്പോൾ അവിടെ പാറിക്കളിച്ചത് UDFിൻ്റെ കൊടിയേക്കാൾ കൂടുതൽ SDPയുടെ കൊടിയാണ്. മുസ്ലിം ലീഗിൻ്റെ കാര്യം നമുക്ക് കൃത്യമായിട്ടറിയാം. മലബാറിൽ, മലപ്പുറം ജില്ലയിലൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗിൻ്റെ തടവറയിലാണ്. ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയുടെ അച്ഛൻ, പിതാവ് പറഞ്ഞിട്ടുള്ളത് ഉമ്മൻചാണ്ടി സർക്കാർ 5ാം മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ അങ്ങനെ 5ാം മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്താൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാകും ഉമ്മൻചാണ്ടി എന്ന് വാണിംഗ് നൽകിയത് ആര്യാടൻ മുഹമ്മദാണ്. അത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അത് എന്തായാലും ഇതേവരെ അദ്ദേഹത്തിൻ്റെ വാക്കിന് തെറ്റുപറ്റിയിട്ടില്ല. പിന്നീട് കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ കോൺഗ്രസ്, മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് ഓൾറെഡി നിലവിൽ മുസ്ലിം ലീഗിൻ്റെ തടവറയിലാണ്. അതിന് ചുറ്റും ഇതായി ജമായത്ത് ഇസ്ലാമി കൂടി കടന്നു വന്നിരിക്കുന്നു. SDPI പാലക്കാട് അവർക്ക് പിന്തുണയുണ്ടായിരുന്നു. ഇവിടെ സാങ്കേതികമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിലും SDPയുടെ വോട്ട് നേടുവാനും അവരുടെ ആളുകളുടെ വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള വലിയ ശ്രമങ്ങൾ UDFിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് നേതാക്കൾ തമ്പടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് UDFിൻ്റെ ചിത്രമെങ്കിൽ LDFിൻ്റെ അവസ്ഥ എന്താണ്? LDFിൻ്റെ INL, അതായത് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞു ലീഗിൽ നിന്ന് അടർന്നു പോകുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിൻ്റെ INLന് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച മണ്ഡലമാണ് നിലമ്പൂര്. അതായത് LDF സ്ഥാനാർത്ഥിയായി INLന്റെ അൻവർ മാസ്റ്റർ മത്സരിച്ചിരുന്നു. അപ്പോൾ INL ഇടതുപക്ഷത്തിനോടൊപ്പമുണ്ട്, PDP ഉണ്ട്. ഇപ്പോൾ PDP എന്ന് പറയുന്നത് മഹാത്മാ മദനി എന്ന EMSന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത്. PDPക്ക് നിലവിൽ തീവ്രവാദമില്ല എന്ന സർട്ടിഫിക്കറ്റ് സ്വരാജ് നൽകിയിരിക്കുകയാണ്. രസകരമാണ് ഈ വസ്തുത. കേരളത്തിൽ ആദ്യമായി കോൺഗ്രസ് രാജ്യവിഭജനത്തിന് കാരണമായ ലീഗിനെ അകറ്റി നിർത്തിയപ്പോൾ 1967 ആദ്യമായിട്ട് ലീഗിന് മതേതര സർട്ടിഫിക്കറ്റ് നൽകി മുന്നണിയിലെടുത്തത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. അതേ പ്രവൃത്തി തന്നെയാണ് മഹാത്മാ മദനിയുടെ കാര്യത്തിൽ EMS ആവർത്തിച്ചത്. അതേ പ്രവൃത്തി തന്നെ PDPയുടെ കാര്യത്തിൽ ഇന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നു. ഇത് പറയുമ്പോൾ ഇവർ പരസ്യമായി അംഗീകരിച്ചാൽ മതി. ഇത് പറയുകയും നാഴികയ്ക്ക് 40 വട്ടം മതേതരത്വത്തിൻ്റെ അപ്പോസ്തലന്മാരായി വേഷം കെട്ടുകയും ചെയ്യുന്നു. ഇവരുടെ കപട മുഖം ജനങ്ങൾ തിരിച്ചറിയുന്നു. ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കട്ടെ. രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് തീവ്രവാദികൾ വന്ന് നിഷ്ഠൂരമായ കൊലപാതകം നടത്തി അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആശയം, ഐഡിയോളജിയാണല്ലോ ഈ ജമായത്ത് ഇസ്ലാമി. അല്ലാതെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശത്ത് പെട്ടെന്ന് സ്വാഭാവികമായി ഉണ്ടായ തീവ്രവാദമല്ലല്ലോ. പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ കേന്ദ്രം ജമായത്ത് ഇസ്ലാമിയാണ്. അതിൻ്റെ ഭാഗമാണ് വെൽഫെയർ പാർട്ടി, അതിൻ്റെ ഭാഗമാണ് കാശ്മീരിലെ ജമായത്ത് വേറെയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാനവരാശിക്ക്, ജനാധിപത്യത്തിന്, ദേശീയതയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തുന്ന ഈ തീവ്രവാദ സംഘടനകളെ മുഴുവൻ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു 3000-ഓ 4000-ഓ വോട്ടാണ് ഇവർക്ക് ഈ പ്രദേശങ്ങളിലുള്ളത്. അത് കിട്ടാൻ വേണ്ടി. ഇത് യഥാർത്ഥത്തിൽ UDF ഇത്രയും കാലം പറഞ്ഞിരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ പിന്മുറക്കാർ, ലീഗിനെ തള്ളിപ്പറഞ്ഞ ആളുകൾ, ദേശീയ മുസ്ലിം എന്നൊക്കെ പട്ടം ആര്യാടൻ മുഹമ്മദ് ചാർത്തിക്കൊടുത്ത ആളുകൾക്ക് ഇപ്പം എന്താണ് പറയാനുള്ളത്? UDFിന്റെ സ്ഥാനാർത്ഥി ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല, ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള ദേശീയവാദികളായിട്ടുള്ള ജനാധിപത്യത്തെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് ഈ വർഗീയ തീവ്രവാദ ഭീകരവാദ
സംഘടനകളുടെ വോട്ടിനു വേണ്ടി അവരിപ്പോ കുടുംബയോഗം നടത്താൻ പോവുകയാണ്. ഓക്കെ, റൈറ്റ്, ശരി. അഡ്വക്കേറ്റ് അശോക് കുമാർ, അതെ, തീർച്ചയായും അഡ്വക്കേറ്റ് അശോക് കുമാർ, ബി.ജെ.പിയുടെ നിലപാട് വ്യക്തമാണ്. ഈ 3000-4000 വോട്ടിന് വേണ്ടി എന്തുകൊണ്ട് പ്രഖ്യാപിത നിലപാടുകളിൽ ഇരു മുന്നണികളും വെള്ളം ചേർക്കുന്നു എന്ന് ബി.ജെ.പി ചോദിക്കുന്നു. അത് പ്രചാരണത്തിൽ ബി.ജെ.പി ഉന്നയിക്കുന്നു. CPM നേതാവ് ശ്രീ VPP മുസ്തഫ, CPM-നൊപ്പം നിൽക്കുമ്പോൾ എല്ലാ ന്യൂനപക്ഷ സംഘടനകളും പീഡിപ്പിക്കപ്പെടുന്ന പാർട്ടികളോ അല്ലെങ്കിൽ അത്തരം പരിഗണന കിട്ടേണ്ട പാർട്ടികളോ സംഘടനകളോ ഒക്കെയാണ്. അത് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാത്തപ്പോൾ അവരെല്ലാവരും വർഗീയ ശക്തികളാണ്. ഈ തരത്തിലാണോ ഇടത് മുന്നണിയുടെ ഒരു നിലപാട്? ഇത്രയും കാലം പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയവർ, പിന്തുണ നൽകിയപ്പോൾ കൈനീട്ടി വാങ്ങിയവർ, ഇപ്പോൾ വർഗീയ പാർട്ടി, വർഗീയ ശക്തികൾ എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നത്, വെൽഫെയർ പാർട്ടിയെ പറയുന്നതിലെ ഇരട്ടത്താപ്പ് ഇതല്ലേ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നതിലില്ലേ കഴമ്പ്? ശ്രീ VPP മുസ്തഫ, ഓഡിയോ മ്യൂട്ടാണ്, അതൊന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. കേൾക്കാം, പറഞ്ഞോളൂ. ഈ UDF-ന്റെ ഹീനമായ രാഷ്ട്രീയ അഭ്യാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നത്തെ ഒരു സംഭവം മാത്രമല്ലല്ലോ, ഈ കഴിഞ്ഞ ദിവസം നടന്ന ദാരുണമായ ഒരു മരണത്തെ പോലും എത്ര നികൃഷ്ടമായ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. അങ്ങനെ നോക്കിയാൽ നിലമ്പൂരിൽ നിലവിട്ട് പെരുമാറുകയാണ്. എന്നാൽ ഇന്നത്തെ വിഷയം ഒട്ടും പുതുമയുള്ള കാര്യമല്ല. കേരളത്തിലെ കോൺഗ്രസ് എത്രയോ കാലമായി തുടർന്നു വരുന്ന അവിഹിത ബന്ധങ്ങൾ, 4 വോട്ടും അധികാര കൊതിയും മാത്രമേ കേരളത്തിലെ കോൺഗ്രസിനുള്ളൂ. അതിനുവേണ്ടി അവരെന്തും ചെയ്യും, ആ 4 വോട്ടിനും ഈ അധികാര കൊതിക്കും വേണ്ടിയിട്ട്. അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന ബന്ധം. ഇത് നേരത്തെ രഹസ്യബാന്ധവമായിരുന്നുവെങ്കിൽ, തരാതരം പോലെയുള്ള രഹസ്യബാന്ധവമായിരുന്നുവെങ്കിൽ ഇപ്പൊ ചില തെരഞ്ഞെടുപ്പുകളിൽ പരസ്യമായിട്ടായി. എന്നാൽ ഇത്തവണ നിലമ്പൂരിലെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ ഒരു കരാറിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അധികം വൈകാതെ UDF-ൽ ഒരു ഘടകകക്ഷി, നേരത്തെ അൻവറിനോട് പറഞ്ഞതുപോലെ ഒരു അസോസിയേറ്റഡ് പാർട്ട്ണർഷിപ്പ് വെൽഫെയർ പാർട്ടിക്ക് നൽകാം, അതുവഴി ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകാം എന്നാണ് UDF നേതൃത്വം നൽകിയിരിക്കുന്ന ഉറപ്പ്, കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്ന ഉറപ്പ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്? താങ്കൾ പറയുന്നത് പോലെ, അപർണ പ്രതിപക്ഷത്തിന്റെ കോട്ട് ചെയ്തിട്ട് സൂചിപ്പിച്ചതുപോലെ, കേരളത്തിലെ ഇടതുപക്ഷം CPIM നേതൃത്വത്തിൽ ഒരു തരത്തിലുള്ള വർഗീയ കക്ഷിയുമായി നാളിതുവരെ ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സഖ്യവും ഉണ്ടാക്കിയിട്ടില്ല. ഒരു തരത്തിലും ഉണ്ടാക്കിയിട്ടില്ല, ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയിട്ടില്ല. അതിലെല്ലാം വളരെ കൃത്യവും വ്യക്തവുമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, 1985 വരെ നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കാതിരുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ നിലപാട് എന്താ? മൗദൂദിയൻ ആശയങ്ങളാണ്. അബുൽ ഔല മൗദൂദി, അവരുടെ സ്ഥാപകൻ, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ. അവർ പറയുന്നത് എന്താ? ഹുക്കുമത്തെ ഇലാഹിയാണ്, ദൈവിക ഭരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഭരിക്കാൻ അവകാശമുള്ളൂ. അദ്ദേഹത്തിന്റെ സൃഷ്ടിയെ മറ്റൊരു സൃഷ്ടി ഭരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവിക ഭരണമാണ് വേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവിക രാഷ്ട്രം, മതരാഷ്ട്രമാണ് വേണ്ടത് എന്നുള്ളതാണ് അവരുടെ സങ്കല്പം. അതുകൊണ്ട് 85 വരെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ അവർ പങ്കെടുത്തിരുന്നില്ല, ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങൾ. 85-ലാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് അവര് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം അവരുടെ അംഗങ്ങൾക്ക് എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായി ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1987-ലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അവർ സ്വീകരിച്ച നിലപാടെന്താ? മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക. ജമാഅത്തെ അന്ന് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമി നേരിട്ടാണ് പ്രഖ്യാപിച്ചത്. മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാം. ആ തീരുമാനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിക്കും അവർ വോട്ട് ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് ആ സാഹചര്യം എന്ന് പറയുന്നത് 80-കൾ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, ഇവരെല്ലാം ഒരുമിച്ച് തിരികെ UDF-ലേക്ക് പോയ കാലമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ രൂപത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മതചിഹ്നവോ മതസൂചനയോ ഉള്ള ഒരു പാർട്ടിയും ഇല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപപ്പെട്ട തെരഞ്ഞെടുപ്പാണ് 87-ലെ തെരഞ്ഞെടുപ്പ്. ആ 87-ലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്ത ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങൾ
മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷികൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവര് പറയണാട്ടെ, ഞങ്ങൾ പറയുന്നതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് അവരുടെ താത്വിക പ്രസിദ്ധീകരണമുണ്ട്, പ്രബോധനം മലയാളത്തിൽ. ആ പ്രബോധനം വാരികയിൽ ഈ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ കുറിച്ചുള്ള ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ 50 വർഷത്തെ അനുഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ലേഖനത്തിൽ പറയുകയാണ്, 85-ൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വോട്ടെടുപ്പ് 87-ൽ കേരള നിയമസഭയിലേക്ക് വന്നപ്പോൾ മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചുവെങ്കിലും മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്ത് അംഗങ്ങൾ വോട്ട് ചെയ്തിരുന്നില്ല. ഇത് അവർ പരസ്യമായി പറയുക എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ അവര് അന്ന് തൊട്ട് തുലനം ചെയ്യുന്നത് തന്നെ ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് ഫാഷിസം അറിയാത്തത് കൊണ്ടായിരിക്കും, എന്താണ് ക്ലാസിക്കൽ ഫാഷിസം എന്നും അതിന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ് ലോകത്തെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അവര് ഫാസിസ്റ്റ് പാർട്ടിയായിട്ട് ഈ കേരളത്തിൽ വിശേഷിപ്പിച്ചത്. ഇതാണ് അവരുടെ നിലപാട്. ആശയപരമായിട്ട് തന്നെ അന്ന് തൊട്ട് കടുത്ത എതിർപ്പുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും മാർക്സിസ്റ്റ് ദർശനവും ജമാഅത്തെ ഇസ്ലാമിയുടെ ദർശനവും. അതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാതെ. പിന്നെ അവര് എവിടെയാണ് ഞങ്ങളെ പിന്തുണച്ചു എന്ന് പറയുന്നത്? എവിടെയാണ് അവർ ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നത്? ഓക്കെ, ശ്രീ വി പി മുസ്ത, ഒറ്റ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഞാൻ ഒരു ചെറിയൊരു ബൈറ്റ് പ്ലേ ചെയ്യാം. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ രഹസ്യ ചർച്ചകൾ നടത്തി, അത് ജമാഅത്തെ ഇസ്ലാമി അമീർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഒരു സമയത്ത്. നമുക്കൊന്ന് കേട്ടെടുത്ത് തിരിച്ചെത്താം. പിന്തുണ പ്രഖ്യാപനം ഏകപക്ഷീയമായിരുന്നോ അതോ തമ്മിൽ ചർച്ച ചെയ്തിട്ടാണോ? CPM നേതാക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ, നിങ്ങൾ അങ്ങോട്ട് പോയോ? രണ്ടു കൂട്ടരും പരസ്പര സൗകര്യമുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷമാണ് പിന്തുണ കൊടുത്തത്. CPM-ന് മാത്രമല്ല, ഇരു മുന്നണികൾക്കും ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ? തെളിവുകളുണ്ട്. ഞാൻ കോൺഫിഡൻഷ്യലി നടന്ന ചർച്ചകൾ ഒരു ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്നുള്ള അർത്ഥത്തിൽ എല്ലാം വെളിപ്പെടുത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം. 2011-ലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലിയാണ്. മറുഭാഗത്ത് നിന്ന് പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. ഇതേ പിണറായി വിജയൻ പക്ഷേ 2013-ൽ നിങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളും പുറത്തുണ്ട്. ഇതിലേത് പിണറായിയാണ് ശരി? രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഭാഗം എപ്പോഴെങ്കിലും പറയുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമല്ല. പക്ഷേ പറയുന്നതിൻ്റെ കാരണമാണ് പ്രധാനമെന്ന് പറയുന്നത്. പിന്തുണക്കുന്ന ഘട്ടത്തിൽ അവർക്കിത് പറയാലോ, പിന്തുണക്കാത്ത ഘട്ടത്തിലല്ലല്ലോ പറയേണ്ടത്. റൈറ്റ്. ശ്രീ വി പി മുസ്തഫ, 30 വർഷമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM-നൊപ്പമാണ്. അത് മറച്ചു വെക്കുക. അവര് പരസ്യമായിട്ട് UDF-ന് പിന്തുണ കൊടുക്കുമ്പോൾ അവരൊറ്റയടിക്ക് വർഗീയ പാർട്ടിയായി മാറുക, ഇത് ഇരട്ടത്താപ്പല്ലേ എന്ന് VD സതീശൻ ചോദിക്കുന്നു, പ്രതിപക്ഷം ചോദിക്കുന്നു. കഴമ്പില്ലേ? ഇല്ല, നിങ്ങൾ നോക്കൂ, ഇതിപ്പോ അദ്ദേഹത്തിന്റെ അവകാശവാദമല്ലേ. അന്ന് തന്നെ ഈ പ്രസ്താവന, ഈ വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ CPIM അതിന്റെ നിലപാട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു രഹസ്യ ചർച്ചയും CPIM സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയനോ അതിനുശേഷം മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ രാഷ്ട്രീയമായിട്ടുള്ള സഖ്യത്തെ കുറിച്ചിട്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവരന്ന് ചെയ്തതെന്താ? ഈ പറയുന്ന വീഡിയോ ക്ലിപ്പിൽ പറയുന്ന അന്നത്തെ അമീർ ചെയ്തതെന്താ? CPIM സംസ്ഥാന സെക്രട്ടറിയെ മാത്രമല്ല പറഞ്ഞ, അന്ന് കേരളത്തിലെ പ്രമുഖ പാർട്ടികളുടെ നേതാക്കളെ എല്ലാം ഇവർ അങ്ങോട്ട് പോയി സന്ദർശിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കാൻ, അവരുടെ സമീപനം വിശദീകരിക്കാൻ, അല്ലാതെ വോട്ട് നൽകുന്നതിനെ കുറിച്ചോ മറ്റോ അല്ല. കാരണം എന്നറിയോ, അവരുടെ ഈ പറയുന്ന 2011-ലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ LDF-ന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളായിരുന്നു. അന്ന് കാസർഗോഡ് ജില്ലയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ അന്നത്തെ അവിടുത്തെ ഈ LDF-ന്റെ നേതാക്കളായ ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട്. അവർ പൊതുവായ രാഷ്ട്രീയമാണ് പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾക്ക് പിന്തുണ തരുന്നോ അവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് നൽകുന്നു അങ്ങനെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു സന്ദർശനം എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ കണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി പോയി കണ്ടു എന്നല്ലാതെ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ പിന്തുണയും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അല്ല ശ്രീ വി പി മുസ്ത, ഒറ്റ ചോദ്യം. അപ്പോൾ അമീർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, വെൽഫെയർ പാർട്ടിക്കെതിരെ ഇത്ര രൂക്ഷമായുള്ള വിമർശനമൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഒന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതൊന്നും CPM നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല. അന്ന് ഇതൊക്കെ പറയാമായിരുന്നില്ലേ? അന്ന് ഈ നിലപാടുണ്ടായിരുന്നില്ലേ? ഇപ്പോഴാണോ 2019 ശേഷമാണോ ഈ നിലപാട് പുറത്തേക്ക് വരുന്നത് എന്നുള്ളൊരു ചോദ്യമില്ലേ? 2019 മുമ്പ് അത്തരത്തിൽ ഒരു സംഘടനയാണ് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്ന് അമീർ ചോദിക്കുന്നു. അതാണ് ഈ
CPIM-ന്റെ പഴയ എഴുത്തുകളും നിലപാടുകളും നോക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യം വളരെ വ്യക്തമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1987 ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതിനെ കുറിച്ചുള്ള അനുഭവം, ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വിക പ്രസിദ്ധീകരണം പ്രബോധനം വാരിക, അതില് അവരെഴുതിയത് അങ്ങനെയാണ്: മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷി ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. അവിടെ എഴുതി തീർന്നു. ഇനി നേരത്തെ ഞാൻ സംസാരിച്ചതിന് ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ സേനാപതി വേണു പറഞ്ഞല്ലോ, ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ, അത് അവർക്കും അറിയാമല്ലോ. 1996 മെയ് മാസത്തിലാണ് ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ വരുന്നത്. എന്താ കാര്യം? ആ വർഷത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ചുകൊണ്ടായിരുന്നു അത്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പലരും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുകയുണ്ടായി. അന്നത്തെ ദേശീയ സാഹചര്യം, പ്രത്യേകിച്ച് 92 ബാബരി മസ്ജിദിന്റെ തകർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്ന് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ BCCI രാജ്യവ്യാപകമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, CPIM മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ചും BJP-യുടെ വർഗീയതയെ സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ടും അവർ രാജ്യവ്യാപകമായി CPIM-ന് മാത്രമല്ല എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചു. അതിനെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള എഡിറ്റോറിയലിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയും ആ സമയത്ത് 96 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നൊരു പ്രസ്താവന നടത്തി. അതിനെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇത് ആ ദേശാഭിമാനിയിലെ വാചകമാണ്. അന്നത്തെ 96 2011 96 ദേശാഭിമാനിയുടെ മുഖപ്രസംഗം, അതാണല്ലോ ഔദ്യോഗിക നിലപാട്, അതിലുപയോഗിച്ച വാചകം അപർണ ഞാൻ വായിക്കുകയാണ്: ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിൽ ഊന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതിനപ്പുറം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയേണ്ടത്? അവര് വെറും ഒരു മതസംഘടനയാണെന്നും അവരുടെ മതത്തിൻ്റെതായ ചെറിയ ചുറ്റുവട്ടത്തിനകത്ത് നിന്നാണ് ലോകത്തെവിടെ നടക്കുന്ന സംഭവങ്ങളെയും പ്രശ്നങ്ങളെയും അവർ കാണുന്നതെന്നും അത്രയും സങ്കുചിതമായ വീക്ഷണമേ അവർക്കുള്ളൂ എന്നും 96 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രസ്താവന നടത്തിയ സന്ദർഭത്തിൽ ദേശാഭിമാനിയിലെ എഡിറ്റോറിയലിൽ ആ സംഘടന എന്താണ്, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എന്താണ് എന്ന് കൃത്യമായിട്ട് പറയുക. ഇന്ന് പറയുന്ന അതേ മതരാഷ്ട്രവാദം തന്നെയാണ് അന്നും ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. ഇതേ ആരോപണം തന്നെയാണ് 96 ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ, കേട്ടോ, UDF-നല്ല. ഇപ്പൊ UDF-ന് കൊടുത്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്നാണല്ലോ അപർണ പറയുന്നത്. 96 ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ദേശാഭിമാനിയിൽ എഴുതിയാണ്: എവിടെ സംഭവങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ഇസ്ലാമിക വീക്ഷണത്തിലൂന്നി മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനയാണ് എന്നാണ്. ഇത്ര കൃത്യമായിട്ട് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ വിലയിരുത്തുക മാത്രമല്ല, അവരും CPIM-നെ വിശേഷിപ്പിച്ചത് മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് കക്ഷി എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വോട്ട് കൊടുത്തിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രഹസ്യ ബാന്ധവമാണ്. അവര് ഞങ്ങളെ പിന്തുണച്ചു. ശരി ശ്രീ VP മുസ്തഫ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് CPM എടുത്തു വരുന്ന നിലപാടുകളിൽ മാറ്റമുണ്ടാകുന്നില്ല. പക്ഷേ PDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഞാൻ ആ ഘട്ടത്തിലേക്കൂടെ വരാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് എഡിറ്റോറിയൽ അടക്കമുള്ള വിഷയങ്ങൾ ഉത്തരം പറയേണ്ടത് അഡ്വക്കേറ്റ് സേനാപതി വേണുമാണ്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് PDP-യുടെ സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് മുട്ടം നാസർ, കഴിഞ്ഞ വർഷം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ മുസ്ലിം തീവ്രവാദം വളർന്നത് ISS മോഡലിലാണ്. അത് അബ്ദുൾ നാസർ മദനി കേരളത്തിൽ വളർത്തി ആ തീവ്രവാദം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പുസ്തകം, അത് പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയല്ലേ, അതായിരുന്നില്ലേ എന്ന് CPM ചോദിക്കുന്നിടത്ത് നിങ്ങൾ പിന്തുണ കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞതെല്ലാം പറഞ്ഞതെല്ലാം മറന്നുകൊണ്ട് ഒരു നിരുപാധിക പിന്തുണയാണ് ഇടതുപക്ഷത്തിന് കൊടുക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കട്ടെ. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, PDP നൽകുന്ന പിന്തുണ അത് ആശയപരമായ ഒരു പിന്തുണയാണ്. ആശയപരമായ പിന്തുണ എന്ന് പറഞ്ഞാൽ ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി മുഴക്കുന്നത്, ഭീഷണി എന്ന് പറഞ്ഞാൽ ഭാഷിക്ഷമാണ്.
ആ ഫാസിസത്തിനെതിരെ ശക്തമായ സന്ധിയില്ലാത്ത നിലപാട് എക്കാലവും സ്വീകരിച്ചു വരുന്ന മുന്നണിയാണ് LDF എന്ന് പറയുന്നത്. PDPയുടെ അടിസ്ഥാനപരമായ ആശയവും അത് തന്നെയാണ്. അപ്പൊ ആശയപരമായി യോജിക്കാൻ കഴിയുന്ന ഒരു മുന്നണി എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് PDP വ്യക്തമായ ഒരു നിലപാട് ഈ വിഷയത്തില്, അത് ഇപ്പോഴെടുക്കുന്ന നിലപാടല്ല, ഇന്നെടുക്കുന്ന നിലപാടല്ല. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പുതിയതായിട്ടൊരു നിലപാട് എടുത്തതല്ല. ദീർഘകാലമായി കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം തന്നെ LDFനെ പിന്തുണച്ചു വരുന്നതിനുള്ള പ്രത്യേകമായ കാരണമാണ്. ആ കാരണം യഥാർത്ഥത്തില് ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത് ഫാസിസ്റ്റ് ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കേ, രാജ്യത്തിപ്പോൾ നേരിടുന്ന ആ ഭീഷണിയെ അതിനെ പലപ്പോഴും UDFന്റെ ഭാഗത്ത് നിന്നും വളരെ മൃദുത്വ സമീപനം നടത്തി വരുമ്പോൾ യാതൊരു വിധമായ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ചു വരുന്നത് LDF ആണ്. PDPയുടെ നിലപാട് അത് തന്നെയാണ്. അപ്പൊ ആശയപരമായി യോജിക്കുന്ന നിലപാട് എന്ന നിലയിലാണ് PDP LDFനെ പിന്തുണച്ചു വരുന്നതും ആ പിന്തുണ നിലമ്പൂരിൽ തുടരുന്നതും. ഇവിടെ മറ്റൊരു വിഷയമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ വിഷയമാണ് പറയാനുള്ളത്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഫാസിസം. ആ വെല്ലുവിളിയെക്കുറിച്ച് UDFന്റെ സമീപനം എന്താണ്, LDFന്റെ സമീപനമാണ് എന്താണ്, ഇത് തമ്മിൽ വിലയിരുത്തപ്പെടണം. ആ വിലയിരുത്തപ്പെടുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന പിന്തുണ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോഴിവിടെ പലപ്പോഴും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പലരുടെയും ഭാഗത്തുനിന്നുണ്ടാകാം. ഇപ്പൊ ആ വ്യക്തിപരമായ അഭിപ്രായം പറയുമ്പോൾ അതിനെ LDFന്റെ ഒരു പൊതുവായ അഭിപ്രായമായിട്ട് എടുക്കുന്നത് ശരിയായ നിലപാടല്ല. LDFന്റെ തീരുമാനം എന്താണ്, അവരുടെ നിലപാട് എന്താണ്, അതാണ് നോക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതില് അതിനകത്ത് പിന്നീട് തിരുത്തി സംസാരിക്കുകയുണ്ടായി. അതല്ല ഇവിടെ വിഷയം. പൊതുവായ ഒരു മുന്നണിയുടെ നയം എന്താണ്, ആ മുന്നണി എടുക്കുന്ന നിലപാട് എന്താണ്, ആ നിലപാടിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് PDP LDFനെ പിന്തുണ നൽകി വരുന്നത്. PDP രൂപീകൃതമായതിനു ശേഷം ആദ്യം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഒറ്റപ്പാലം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പില് PDP LDFന് പിന്തുണ നൽകി. അവിടെ അന്ന് LDF വളരെ സജീവമായ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. PDP LDFന് പിന്തുണയുമായി അവിടെ മത്സരിച്ചത് അന്ന് ശിവരാമനായിരുന്നു. ആ ശിവരാമൻ സർവകാല റെക്കോർഡോടുകൂടി അവിടെ പാസ്സായി. PDPയെ സംബന്ധിച്ചിടത്തോളം PDP വ്യക്തമായ നിലപാടാണത്. ഫാസിസത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള നിലപാടാണ്. ഒരിക്കലും PDP വർഗീയതയോട് സന്ധി ചേർന്നിട്ടില്ല. നാളിതുവരെയല്ല. 1993 ഏപ്രിൽ മാസം 14 രൂപീകൃതമായ പ്രസ്ഥാനം തുടർന്ന് ഇങ്ങോട്ടുള്ള നിലപാടുകളും പ്രവർത്തനങ്ങളും പഠിച്ചാൽ മനസ്സിലാക്കും. PDP എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെയധികം ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണെന്ന് വളരെ വ്യക്തവും കൃത്യവുമായി ബോധ്യപ്പെടാവുന്നതാണ്. പഠിക്കണം. അല്ല, അഡ്വക്കേറ്റ് മുട്ടൻ നസർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ന്യൂനപക്ഷ പ്രീണനം എന്നുള്ള ഒരു നിലപാട് CPM എടുത്തു, അത് പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിയെ ദുർബലമാക്കി എന്നൊരു വിലയിരുത്തലുകൾ ഉണ്ടായി എന്ന പല തരത്തിലുള്ള വിലയിരുത്തലുകളും ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയത്താണ് ശ്രീ P ജയരാജന്റെ പുസ്തകം വരുന്നത്. അതായത് CPM നടത്തുന്നത് ഭൂരിപക്ഷ പ്രീണനമാണോ, ആ നീക്കം തുടങ്ങിയോ എന്ന് ചോദിക്കുന്ന സമയത്താണ് PDPയെ വിമർശിച്ചുകൊണ്ട് തങ്ങൾ വ്യക്തിപരം എന്ന് പറഞ്ഞിടത്താണ് ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നിലപാട് പാർട്ടിക്ക് ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് വന്ന പുസ്തകം കൂടിയാണ് അത്. ഒരു വ്യക്തിപരമായ നിലപാട് മാത്രമായിട്ട് എങ്ങനെ തള്ളിക്കളയുമെന്നുള്ളതാണ്. ആ സമയത്ത് അതാണ് ശരി, ആ തരത്തിലേക്ക് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പിന്തുണ കൊടുക്കുന്നു, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാകുന്നു. അതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു സ്വീകരണവും സ്വാഗതവും വെൽക്കമും ഒന്നും തോന്നുന്നില്ല PDPക്ക്. ശ്രീ P ജയരാജന്റെ പുസ്തകത്തിൽ വന്ന നിലപാട് അദ്ദേഹം വ്യക്തിപരമായി എഴുതി. അത് LDFന്റെ ഒരു മുഖപത്രമോ മുഖപ്രസംഗമോ അല്ലെങ്കിൽ ആ ഒരു നിലപാടോ അല്ല. അപ്പൊ അതില് അങ്ങനെ വന്നതിനെ വളരെ വ്യക്തമായി പറഞ്ഞു ഇത് LDFന്റെ നിലപാടല്ലെന്ന്
പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് തന്നെ പറയുകയുണ്ടായി. തുടർന്ന് ഇങ്ങോട്ടും പറയുകയുണ്ടായി. ഇപ്പൊ LDFന്റെ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴല്ല PDPയെ കുറിച്ചുള്ള അഭിപ്രായം ഈ LDFന്റെ വിശിഷ്യ CPMന്റെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അഖിലേന്ത്യാ നേതാവ് അടക്കം, കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ, സഖാവ് പിണറായി വിജയൻ ഉൾപ്പെടെ ഇപ്പൊ ഇലക്ഷൻ വന്ന സന്ദർഭത്തിൽ അതിന് മുമ്പ് വളരെ വ്യക്തമായിട്ട് മീഡിയാസുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞ് PDP എന്ന പ്രസ്ഥാനം ഒരു വർഗീയ പ്രസ്ഥാനം അല്ല, ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന് നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ എവിടെയാണ് വർഗീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്? എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിയതായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ചുമ്മാ അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു അഡ്വക്കേറ്റ് മുട്ടനാസർ, ഈ നിലപാട് നിലമ്പൂരിന് ശേഷവും തുടരും. അല്ല, PDPയുടെ ഒരു ആത്മവിശ്വാസം ഈ നിലപാട് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരും ഇടതുമുന്നണി എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? ഞങ്ങളുടെ ഈ നിലപാട് നിങ്ങളുടെ നിലപാടല്ല, നിങ്ങളുടെ പിന്തുണയല്ല. ഇടതുപക്ഷത്തിന്റെ നിലപാട് തുടരും. ഇടതുപക്ഷത്തിന് PDPയോടുള്ള നിലപാട് തുടരും. 2021-ലെയും 2016-ലെയും ജനറൽ ഇലക്ഷനിൽ LDFന് ജനറൽ ഇലക്ഷനിൽ പിന്തുണ നൽകി സജീവമായ രംഗത്തുണ്ടായിരുന്നു. വളരെ സജീവമായിട്ടാണ് പ്രചരണ രംഗത്ത് PDP ഉണ്ടായിരുന്നത്. അല്ല, ഞാൻ PDPയുടെ നിലപാടിനെ കുറിച്ചല്ല ചോദിക്കുന്നത് അഡ്വക്കേറ്റ് മുട്ടനാസർ. ഇടതുപക്ഷത്തിന് PDPയോടുള്ള നിലപാട് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതേപോലെ തുടരും എന്നുള്ള ഒരു ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്, PDPക്കുണ്ട് അല്ലേ? ആത്മവിശ്വാസം പറഞ്ഞാൽ അത് നിലപാട് സ്വീകരിക്കേണ്ടത് ആ മുന്നണിയാണ്. ഞങ്ങളുടെ കാര്യമല്ല ഞങ്ങൾക്ക് പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, ശരി. ആ മുന്നണി നിലപാട് പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2001 മാത്രമാണ് 2001-ലെ ജനറൽ ഇലക്ഷനിൽ ഞങ്ങൾ UDFന് പിന്തുണ നൽകി. അന്ന് UDF 100 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായി. AK ആന്റണി മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നതിന് ശേഷം UDFന്റെ നിലപാട് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങള് ആ UDFനുള്ള പിന്തുണ പിൻവലിച്ച് പിന്നെ നിലപാടിൽ ശക്തമായി നിലനിൽക്കുന്ന LDFന് പിന്തുണ നൽകി വരുന്നത്. അവിടെ യാതൊരു നിലപാട് AK ആന്റണി എന്താണ് പറഞ്ഞിട്ടുള്ളത്? AK ആന്റണിയുടെ നിലപാട് വളരെയധികം ഫാഷിസത്തിന് കുടപിടിക്കുന്ന നിലപാടിലേക്ക് നീങ്ങപ്പോഴാണ് ഫാസിസത്തിന്റെ അനുകൂലമായ നിലപാടുമായി മുന്നോട്ട് പോയി. എന്താണ് കേരളത്തിൽ ഫാസിസം വളരാൻ കഴിയാത്തത്? ഫാസിസം വളരാൻ ശക്തമായ LDFന്റെ നിലപാട് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിൽ വെള്ളം ചേർക്കുന്ന നിലപാടല്ല. ശരി, ഞാൻ മറ്റുള്ളവരിലേക്ക് പോകുന്നതിന് മുന്നേ ഒറ്റ കാര്യം കൂടെ അഡ്വക്കേറ്റ് മുട്ടനാസർ, ഒരു ചെറിയ കാര്യം കൂടെ. അല്ല, ഒറ്റ കാര്യം കൂടെ. BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തതുകൊണ്ട് ഹിന്ദു വോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് അഖില ഭാരത ഹിന്ദു മഹാസഭ അവരുടെ നിലപാട് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. അവരും പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരെ അറിയില്ല എന്നാണ് LDF പറഞ്ഞിരിക്കുന്നത്. LDFന് ഓഫീസിലേക്ക് വരുന്നവർ പിന്തുണയുമായിട്ട് പലരും വരും എന്നുള്ളൊരു നിലപാട് കൂടി ഉണ്ട്. ഞാൻ ഇത് എൻ്റെ കൂട്ടത്തിൽ കൂടെ ഫാസിസം എന്ന് വാക്ക് എടുത്തു പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പിന്തുണ കൂടി, PDPയുടെ പിന്തുണ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പാണ്, പല പാർട്ടികളുടെയും പിന്തുണ ഉണ്ടാവും. ഇങ്ങനെ ഒരു പിന്തുണ കൂടി LDF ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഘടനയെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല. ശരി, അങ്ങനെ പല പേരും പറഞ്ഞുള്ള സംഘടനയാണ്, എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് LDF നേതാക്കന്മാർ പറഞ്ഞതുപോലെ എനിക്കും അങ്ങനെ ഒരു സംഘടന ഉള്ളതായിട്ട് എനിക്കും അറിയത്തില്ല. ശരി, PDPയുടെ പ്രതീക്ഷകൾ PDPയെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. PDPയുടെ പിന്തുണ ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് സേനാപതി വേണു, നേരത്തെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ട്, രഹസ്യബന്ധമുണ്ട്, അവിഹിത വേഴ്ചയുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നു. CPM ഇതാ മുന്നോട്ട് വയ്ക്കുന്നു, എഡിറ്റോറിയലിൽ ഞങ്ങൾ പറഞ്ഞ വിഷയം ഇതാണ് എന്നുള്ളത്. 96-ലെ ദേശാഭിമാനിയിലെ മുഖപ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതൊരു മതസംഘടനയാണ്, അത് ഒരു മതസംഘടന മാത്രമായിട്ടാണ്, അല്ലെങ്കിൽ ആ തരത്തിലാണ് നിലപാട് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആശാവഹവും ആവേശകരവുമാണ്, മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കി എന്നുള്ള രണ്ട് സെന്റൻസിൽ കൂടി ആ മുഖപ്രസംഗത്തിനകത്തുണ്ടായിരുന്നു. അത് VPP മുസ്തഫ പറഞ്ഞില്ല. പക്ഷേ അഡ്വക്കേറ്റ് സേനാപതി വേണു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പ്രഖ്യാപിത നിലപാട് കോൺഗ്രസും ഉറച്ചു നിൽക്കേണ്ടതായി വരും. നേരത്തെ BJP ചോദിച്ച പോലെ 3000-4000 വോട്ടുകൾക്ക് വേണ്ടി ആ നിലപാടിൽ വെള്ളം ചേർക്കാം എന്ന് തീരുമാനിക്കുന്നിടത്ത് LDFും ഉണ്ട്, UDFും ഉണ്ട് എന്നവർ പറയുമ്പോൾ അതടച്ച് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. ഒന്ന് അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ VPP മുസ്തഫ ആദ്യം ഉയർത്തിയ ഒരു ആരോപണം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വെൽഫെയർ പാർട്ടിയെ ഞങ്ങളുടെ അസോസിയേറ്റഡ് മെമ്പറാക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് VPP മുസ്തഫ നടത്തിയത്. അദ്ദേഹത്തിന് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും UDFിലോ UDFിൻ്റെ നേതൃത്വത്തിലോ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്
എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഞങ്ങൾ അറിയുന്നതും. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ സുവ്യക്തമായ നിലപാടുകൾ ഞങ്ങൾ പറയുന്നു. ഏതായാലും അസോസിയേറ്റഡ് മെമ്പറായി വെൽഫെയർ പാർട്ടിയെ ഞങ്ങൾ സ്വീകരിക്കാനായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും തീരുമാനം മുസ്തഫയ്ക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സോഴ്സ് വെളിപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഞാനത് വിശദീകരിക്കാം എന്ന് പറയുകയാണ്. 2, അദ്ദേഹം പറഞ്ഞത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തെക്കുറിച്ചാണ്. അദ്ദേഹം എന്താണ് ഇവിടെ നമ്മളോട് സൂചിപ്പിച്ചത്? അപർണ, അദ്ദേഹം പറഞ്ഞത് മൗദീദിയൻ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സംഘടന, അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല, അവർക്ക് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അവരുടെ ആശയത്തിലില്ല, അവർ ദൈവീകമായിട്ടുള്ള ശക്തികളാണ് രാജ്യത്തെ നയിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയമെന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞതാണല്ലോ. ആ ആശയത്തിൽ വിശ്വസിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി, ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഭാഗികമായി ശരിയാണ്. 1996 ഏപ്രിൽ മാസം 22 തിങ്കളാഴ്ചത്തെ ദേശാഭിമാനി ദിനപത്രത്തിന്റെ എഡിറ്റോറിയലാണ്. ആ എഡിറ്റോറിയലിന്റെ ഹെഡിങ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ. ഒന്ന്, അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കും. ഓക്കെ. രണ്ടാമത്തത്, അദ്ദേഹം ഇവിടെ പറഞ്ഞ മൗദീദിയൻ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ലോകത്ത് മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന, ആ സംഘടന നിങ്ങൾക്ക് പിന്തുണ നൽകി എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധേയമായ തീരുമാനമല്ല. ആ സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് എന്തുകൊണ്ട് ദേശാഭിമാനി ദിനപത്രം, നിങ്ങൾ സംഘടന വർഗീയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം, അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളും കൂടി വായിക്കണം. അത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് വായിച്ചു പോകാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എന്റെ വിനീതമായ ഒരു ചോദ്യം ഇതാണ്. അങ്ങ് തന്നെ ആവർത്തിച്ച് പറയുന്നു, ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ഒരു സംഘടന, അത് രാജ്യത്ത് മതരാഷ്ട്രം ലോകത്ത് തന്നെ മതരാഷ്ട്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഫാസിസ്റ്റ് സംഘടന, ആ ലക്ഷണമൊത്ത ഫാസിസ്റ്റ് സംഘടന എന്നൊക്കെയാണല്ലോ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ആ സംഘടന CPM-ന് പിന്തുണ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ മുഖപത്രത്തിലെ എഡിറ്റോറിയലിൽ പോരട്ടെ എന്നല്ലല്ലോ നിങ്ങൾ പറയേണ്ടത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ജനാധിപത്യത്തിലുള്ളവരല്ല എന്നല്ലേ നിങ്ങൾ ദേശാഭിമാനിയിൽ ലേഖനം എഴുതേണ്ടത്. 1. 2, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ആരിഫ് അലി, ആ ആരിഫ് അലി AKG മന്ദിരത്തിൽ പോയി ചർച്ച നടത്തിയിട്ടുണ്ട് ശ്രീ പിണറായി വിജയനും. അതിനെ രമേശ് ചെന്നിത്തല അന്ന് എതിർത്തപ്പോ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? പിണറായി വിജയൻ ചോദിച്ച ചോദ്യം, ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ നൽകുന്നതിന് രമേശ് ചെന്നിത്തലയ്ക്ക് എന്താ കുഴപ്പം? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ നൽകുന്നതിന് രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് കുഴപ്പം? അന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസ് KPCCയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് പിന്തുണ നൽകിയാൽ, നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യം, മതേതരത്വം, മതേതരത്വത്തിന്റെ സംരക്ഷണം. ആ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ UDF-ന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അറുപിന്തിരിപ്പൻ, ഫാസിസം, ലോകത്തെ നിഗ്രഹിക്കാനുള്ള ശക്തികൾ, ഈ ഇരട്ടത്താപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ തിരുത്തണം. പിന്നെ BJP-യുടെ നേതാവ് ഇവിടെ പറഞ്ഞു, ഞങ്ങള് വർഗീയ പാർട്ടിയെ കൂട്ടുപിടിക്കുന്നു, ഇടതുപക്ഷം വർഗീയ പാർട്ടിയെ കൂട്ടുപിടിക്കുന്നു. അശോക് കുമാർ, ഞാൻ വിനയപരിസരം ചോദിക്കുന്നു, നിങ്ങൾ അപ്പാടെ വർഗീയമായതുകൊണ്ടാണ് നിങ്ങളെ കൂട്ടുപിടിക്കാൻ ആരും വരാത്തത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ശക്തികളൊക്കെ പ്രതിദാനം ചെയ്യുന്നതിന്റെ മറ്റൊരു രൂപമായി, തനി വർഗീയമായി നിങ്ങൾ നിലനിൽക്കുന്നു. നിങ്ങൾ ആ വർഗീയമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ കൂട്ടുപിടിക്കാനായിട്ട് അധികം ശക്തികളും ആളുകളും ഒന്നും ഇല്ലാത്തത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്നു BJP-യും ഇടതുപക്ഷവുമായി ഒരവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടായിരിക്കുന്നു. കാരണം ഇടതുപക്ഷത്തിന്റെ മുമ്പത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്നയാളെ പോയി സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാകാൻ കഴിയുമെന്നുള്ള പേര് പറഞ്ഞു കൊടുത്തത് എന്ന് പുറത്തു വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വർഗീയതയെ നിങ്ങളുടെ സൗകര്യപൂർവ്വം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ വർഗീയതയെ ഉപയോഗിക്കുന്നു. ഞാൻ ശ്രീ VP മുസ്തഫ അങ്ങയോട് വിനയപരിസരം ചോദിക്കുന്നു. 87-ൽ EMS പറഞ്ഞൊരു കാര്യമുണ്ട്, പള്ളിയെ തള്ളി പറഞ്ഞിട്ട് വന്നാൽ ജോസഫിനെ ഞങ്ങൾ സ്വീകരിക്കാം. നിങ്ങൾ എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ അന്ന് തെരഞ്ഞെടുപ്പിൽ നേരിട്ടു. അന്നാണല്ലോ സക്കറിയ സേട്ടിന്റെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ ലീഗിനെ നിങ്ങൾ പുറത്താക്കുന്നത്, ഇവർ വർഗീയതയാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് INL രൂപീകരിച്ചപ്പോ 26 കൊല്ലക്കാലം INL-കാർ നിങ്ങളുടെ കൂടെയുണ്ട്. കാസിം ഇരിക്കൂർ ഇന്നും ഇപ്പോ നിലമ്പൂരിൽ പ്രചരണവുമായിട്ടുണ്ട് INL-ന്റെ ആൾക്കാർ.
അവരെല്ലാം പ്രചരണ രംഗത്ത് ഉണ്ട്. എന്തേ നിങ്ങൾ അവരെയൊക്കെ തള്ളി പറയാത്തത്? ഇവിടെ PDP ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ നിങ്ങൾ പറയുന്നു അത് PDPക്ക് പാർട്ടിയാണ്. ഞാൻ ശ്രീ മുട്ടൻ നാസറോട് പറയുന്നു, മുട്ടൻ നാസറെ, നിങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിങ്ങളുടെ നിലപാട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രകടന പത്രിക അങ്ങ് വാട്സാപ്പ് നമ്പർ തരികയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്ത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്ത്, എവിടുത്തെ പോലീസിന്? കർണാടക പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തത് ഞങ്ങളുടെ ഭരണ നേട്ടമെന്ന് പ്രകടന പത്രികയിൽ അടിച്ചിറക്കിയ ഒരു പാർട്ടിയാണ് CPM എന്ന് ഞാൻ നാസറെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ പിന്തുണച്ചോ? അതൊക്കെ നിങ്ങളുടെ പ്രത്യയ ശാസ്ത്രവും. ശരി ശരി, അഡ്വക്കേറ്റ് സേനാപതി വേണു, ആ മറുപടിയിലേക്ക് പോകുന്ന ഒറ്റ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയും ഉറച്ച് ഈ വിഷയത്തിനകത്ത് പറയാൻ UDF സ്ഥാനാർത്ഥി തയ്യാറാകുന്നുണ്ടോ നിലമ്പൂരിൽ നിന്നുള്ളതാണ്. അൻവർ ആര്യടൻ ഷൗക്കത്തിനെ അനുകൂലിച്ചില്ല. അൻവർ എന്തായാലും UDFന്റെ കുടയ്ക്ക് പുറത്തുപോയി. VS ജോയിയെ അനുകൂലിക്കുന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ച ഒരു പാർട്ടി കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ആര്യാടൻ മുഹമ്മദ്, ആര്യാടൻ ഷൗക്കത്ത്, ആ വിഷയം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോൾ അറ്റ് പ്രസന്റും ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് ജോയിക്ക് പരസ്യ പിന്തുണ നൽകുന്ന തരത്തിലായിരുന്നു. ഷൗക്കത്തിനോട് എതിർപ്പുമുണ്ട് എന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്താണെങ്കിലും ഇങ്ങനെ ഒരു വിഷയത്തില് UDF സ്ഥാനാർത്ഥി അത്രയും കൺവിൻസിംഗ് ആണോ ഇതിൽ? അല്ല, ഞാൻ പറയുന്നല്ലോ, സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ പറയുന്നത്. ഇവിടെ VPP മുസ്തഫ സംസാരിക്കുന്നത് എന്താ പറഞ്ഞ സ്വരാജിനും സ്വരാജിന്റെ മുന്നണിക്കും പാർട്ടിക്കും വേണ്ടിയല്ല അദ്ദേഹം സംസാരിക്കുന്നത്. ഞാനിവിടെ സംസാരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനും UDFനും വേണ്ടിയാണ്. ഒരു സ്ഥാനാർത്ഥി ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞില്ല എന്നുള്ളത്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ എന്താണ് സ്ഥാനാർത്ഥിയുടെ ഒരു ദൗത്യം? എന്താ? പരമാവധി വോട്ടുകൾ പൂള് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാനാർത്ഥികൾ അത് വിവാദമായ പ്രസ്താവനകളിലേക്ക് അപ്പുറത്തെ സ്ഥാനാർത്ഥിയും ഇപ്പുറത്തെ സ്ഥാനാർത്ഥിയും ഒന്നും സാധാരണഗതിയിൽ പോകാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബഹുമാന്യനായ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അത് വോട്ടാണ്. അവർക്ക് എത്ര വോട്ടുണ്ടോന്നൊന്നും നമുക്കാർക്കും അറിയത്തില്ല. കാരണം ആരുടെയും നെറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമി എന്നൊന്നും എഴുതിയിട്ടില്ല. വോട്ട് സീക്രട്ട് ബാലറ്റ് ആണ്. വോട്ട് പോളിംഗ് ബൂത്തിൽ പോയി ചെയ്യുന്നതാണ്. ആരെങ്കിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുവെങ്കിൽ ഞങ്ങൾ പറയുന്നു, അവിടെ ഇനിയിപ്പോൾ മാവോയിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവര് ത്വാഹയും മറ്റേ പയ്യനെയും ഒക്കെ പിടിച്ച് അകത്തിട്ട നാടും കൂടെയാണല്ലോ അതിന്റെ അടുത്ത്. CP ജലീലിനെ വെടിവെച്ചു കൊന്ന നാടാണ്. കുപ്പു രാമരാജ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്ന നാടാണ് നിലമ്പൂര്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ആരെങ്കിലും മാവോയിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ മാവോയിസ്റ്റുകൾ പറയുക ഞങ്ങൾ UDFന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായെങ്കിൽ അവൻ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ വോട്ടിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ആദ്യം പറഞ്ഞ കാര്യം ഞങ്ങൾ ഇപ്പോൾ പറയുന്നു. ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന പിണറായിസം, ആ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഇവിടെ കേരളത്തിന്റെ സമസ്ത മേഖലകളെയും തകർത്ത് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോ ആശാ വർക്കർമാര്, ആ സാധുക്കൾ വന്ന് അവര് ഇവിടെ പെൻഷനെ കുറിച്ച് വിവാദം നടത്തുകയാണ്. പെൻഷനെ കുറിച്ച് വിവാദം നടത്തുമ്പോൾ ഒരു 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളുടെ സമരം ഒന്ന് പിൻവലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 125 ദിവസമായിട്ട് സമരം ചെയ്യുന്ന ആ സാധു സ്ത്രീകൾ അവര് നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. അവരും ഞങ്ങൾക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം എന്താ? ശരി ശരി, ഓക്കെ അഡ്വക്കേറ്റ് സേനാപതി വേണു. ശരി, ശ്രീ VPP മുസ്തഫ, ഇതിനുള്ള ഉത്തരം. ഒപ്പം ഒരു ചെറിയൊരു ചോദ്യം. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം എപ്പോഴൊക്കെ ജമാഅത്തെ ഇസ്ലാമി ലീഗിനെതിരായിട്ടുള്ള നിലപാടെടുത്തോ, അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എന്തെല്ലാം എഴുതിയോ, വിമത നീക്കങ്ങൾക്ക് പിന്തുണ കൊടുത്തോ, എപ്പോഴും ഗുണം കിട്ടിയിരിക്കുന്നത് CPMനാണ്. അതിലൊരു തർക്കവുമില്ല. ആ ഒരു വിഷയം 30 വർഷമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ പിന്തുണ നൽകിയെന്നോ അല്ലെങ്കിൽ ബാന്ധവം ഉണ്ടെന്നോ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എല്ലാ കാലത്തും അത് ഗുണം കിട്ടിയിരിക്കുന്നത് CPMനല്ലേ? നമ്മൾ വസ്തുതകളായിട്ട് അവതരിപ്പിക്കണം. സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വക്രീകരിച്ച് അവതരിപ്പിക്കുന്നത് ഗുണം ചെയ്യുന്ന കാര്യമല്ല. ഇവിടെ പിണറായി വിജയൻ രമേശ് ചെന്നിത്തല പ്രസ്താവന ഇറക്കിയപ്പോൾ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ പിന്തുണക്കുന്നതിൽ എന്താണ്? അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ശ്രീ സേനാപതി വേണു. അദ്ദേഹം പറഞ്ഞത്, പിണറായി വിജയൻ പറഞ്ഞത്, ഞങ്ങളുടെ ഓഫീസിൽ ഒരാൾ വന്ന് ഞങ്ങളെ കാണുന്നതിൽ എന്താണ് കോൺഗ്രസിന് പ്രശ്നം എന്നതാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കുന്നതിലോ പിന്തുണ വാങ്ങിക്കുന്നതിലോ എന്താണ്? അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കാത്ത പിന്തുണ വാങ്ങിച്ചു എന്ന് എങ്ങനെയാ പറയാൻ വേണ്ടി കഴിയുക? പിണറായി വിജയന് വാങ്ങിച്ചിട്ടില്ല. പലരെയും നിങ്ങൾ ചോദിക്കും, താങ്കൾ പറഞ്ഞ ഈ ആരിഫ് അലിയൊക്കെ അമീറായിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും പോയി കണ്ടിട്ടുണ്ട്. MMSന്റെ വീട്ടിൽ പോയിട്ടില്ലേ? മലപ്പുറത്തെ ഒരു ഹോട്ടലിൽ ലീഗ് നേതാക്കൾ രാത്രിയിൽ പോയി സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സേനാപതി വേണുവും കണ്ടതല്ലേ? SDPIയുടെ നേതാക്കളും കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതല്ലേ?
അപ്പൊ അതൊക്കെ അങ്ങനെയുണ്ട്. അതുകൊണ്ട് ആ ഗണത്തിൽ CPIM-നെ പെടുത്തേണ്ടതില്ല. അങ്ങനെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ രാഷ്ട്രീയ പിന്തുണയ്ക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ കക്ഷിയോടും ഞങ്ങൾ സമീപിച്ചിട്ടില്ല. ഇപ്പൊ തലശ്ശേരിയിലെ വർഗീയ കലാപം അതാണല്ലോ കേരളം കണ്ട ഒരു എണ്ണപ്പെട്ട വർഗീയ ലഹള എന്ന് പറയുന്നത്. 1971 UDF ഭരിക്കുമ്പോൾ, അന്ന് UDF ആണ് കേരളത്തിലുള്ളത്. K. കരുണാകരനാണ് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി. ആ ഗവൺമെന്റിന്റെ കാലത്ത് തലശ്ശേരിയിൽ RSSന്റെ കലാപം അരങ്ങേറിയപ്പോൾ എന്താ CPIM എടുത്ത നിലപാട്? അവിടെ ബൈ ഇലക്ഷൻ വന്നല്ലോ. CH കണാരൻ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അന്ന് എടുത്ത നിലപാടെന്താ? CPIM-ന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ശ്രീ EMS പറഞ്ഞ പ്രസ്താവന എന്താ? ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട എന്നാണ്. അങ്ങനെ തന്നെയാണ് പ്രസ്താവിച്ചത്. നാളിതുവരെ ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ 1991 കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ, ബാബരി മസ്ജിദ് തകർക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ സേനാപതി വേണു നിങ്ങളുടെ UDF സ്വീകരിച്ച സമീപനം എന്താണ്? ഈ നിലമ്പൂരും മലപ്പുറവും കോഴിക്കോടും എല്ലാം ഉൾപ്പെടുന്ന വടകരയിലും കോഴിക്കോടും 91 ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടന്നപ്പോൾ ബേപ്പൂർ മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാ? അങ്ങനെ ഒരു സ്ഥാനാർത്ഥി UDF-ന് ഉണ്ടായിരുന്നു. അവിടെ ഡോക്ടർ കെ മാധവൻകുട്ടി ആരാ? അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടായിരുന്നയാളാണ്, മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചയാളാണ്. അദ്ദേഹം കോഴിക്കോട്ട് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കുമ്പോൾ തന്നെ RSS ചെറിയ പ്രായം തൊട്ട് RSS ആയിരുന്നയാൾ. അദ്ദേഹത്തെ പൊതുസ്ഥാനാർത്ഥിയായിട്ടല്ലേ 91 നിങ്ങൾ മത്സരിച്ചത്? വടകര ലോക്സഭാ മണ്ഡലത്തിൽ 91 UDF-ന്റെ BJP-യുടെ സ്ഥാനാർത്ഥിയാരാ? അഡ്വക്കേറ്റ് രത്നസിംഗ് അല്ലേ? BJP-ക്ക് വേറെ സ്ഥാനാർത്ഥിയില്ല. ഇങ്ങനെ പരസ്യമായി നടത്തിയ മുന്നണിയെ കുറിച്ച്, നിങ്ങൾ BJP-യുമായിട്ട് നടത്തിയ പരസ്യമായ രാഷ്ട്രീയ ബന്ധത്തെ കുറിച്ച്, അത് പാഴായി പോയതിനെ കുറിച്ച് അന്ന് BJP-യുടെ കേരളത്തിലെ നേതാക്കളിൽ പ്രമുഖനായിരുന്ന KG മാരാരുടെ ജീവചരിത്രം, അത് ജന്മഭൂമിയിലെ പത്രപ്രവർത്തകൻ BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന K. കുഞ്ഞിക്കണ്ണൻ പുസ്തകമായിട്ട് എഴുതി മാരാരുടെ ജീവചരിത്രം. അതില് ഒരു അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ സേനാപതി വേണു അങ്ങനെയാണ്: പാഴായി പോയ പരീക്ഷണം. ഈ കേരളത്തിൽ 91 തെരഞ്ഞെടുപ്പും അതിന് സമീപത്തുള്ള വർഷങ്ങളിലും കോലീബി എന്ന് പറയുന്ന പേര് തന്നെ ഉണ്ടായത് അങ്ങനെയല്ലേ? അതിനെക്കുറിച്ച് പറയുക. ഇങ്ങനെ നിങ്ങൾ തനാതരം പോലെ അന്ന് BJP-യും ആളുകളുമായിട്ടാണെങ്കിൽ ഇന്നിപ്പോ ന്യൂനപക്ഷ വർഗീയ സംഘടനകൾ ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും എല്ലാമായിട്ട് നടത്തുന്നു. അതിപ്പോ പരസ്യമായ ബന്ധത്തിലേക്ക് എത്തുന്നു. ഞാനിത് വെറുതെ പറഞ്ഞതല്ല, നിങ്ങളത് അസോസിയേറ്റഡ് അംഗമായിട്ട് എടുക്കാൻ പോകുന്നതെന്ന് സേനാപതി വേണുവിന് അടുത്ത് തന്നെ മനസ്സിലാകും. ഇന്ന് ശ്രീ VD സതീശൻ നടത്തിയ പ്രസ്താവന എന്താ പറഞ്ഞ? ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല, അത് പഴയതാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു നിലപാടില്ല, അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇതുവരെ പറയാത്തൊരു കാര്യം കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാ ആവർത്തിച്ച് പറയാൻ കഴിയുന്നത്? അദ്ദേഹം നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കൊണ്ടല്ലേ പറഞ്ഞത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇപ്പോഴില്ല, അവരത് പണ്ടേ തള്ളിക്കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുള്ളത്? അവർ ആ സമീപനത്തിൽ നിന്ന് മാറിയും. നിങ്ങൾ 2 തവണ കോൺഗ്രസ് ഭരിക്കുമ്പോ ഇന്ത്യയിൽ 2 തവണ നിരോധിച്ച പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി, സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഒന്ന് 47 വിഭജനത്തിന്റെ കാലത്ത്, 2 92 ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് നിങ്ങൾക്ക് തൂക്കോപ്പിക്കണമായിരുന്നു. ആ തൂക്കോപ്പിക്കാൻ വേണ്ടി RSS-ന് എതിരായിട്ടുള്ള നടപടി വന്നപ്പോൾ നിങ്ങൾ അന്ന് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. 92 കോൺഗ്രസ് ഭരണം, നരസിംഹറാവുവിന്റെ ഭരണം. അതാ നിങ്ങൾ ചെയ്ത സമീപനം. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് ഇന്ന് നിങ്ങൾ ക്ലീൻ ചിറ്റ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ പാർട്ട്ണറാക്കണം. അതിനു വേണ്ടിയിട്ട് ഇത് പരസ്യമായിട്ടുള്ള സൂചനയല്ലേ? അങ്ങനെ തന്നെ വന്നിരിക്കുകയല്ലേ? പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞിരിക്കുന്നത് ഇത്ര കൃത്യമായിട്ട്? എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങളെന്തോ ഈ ദേശാഭിമാനിയുടെ മുഖപത്രത്തിൽ ഇങ്ങനെ വേണ്ട എന്ന് എഴുതിയില്ലല്ലോ. ഇതിനപ്പുറം എന്താണ് സേനാപതി വേണു? ഞങ്ങളെ പിന്തുണക്കാമെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നിലപാടിനെ ഇപ്പൊ നിങ്ങളെ പിന്തുണക്കുന്നതുകൊണ്ട് വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങൾ എതിർക്കുന്നതല്ലോ. ഞങ്ങളെ പിന്തുണക്കാം, താങ്കൾ തന്നെ പറഞ്ഞു ഞങ്ങളെ പിന്തുണക്കാം എന്നാണ് 96 അവരെടുത്ത നിലപാട്. അപ്പോഴും ഞങ്ങൾ ആ സംഘടനയുടെ നിലപാടിനെ കുറിച്ച് അങ്ങനെ തന്നെ പറഞ്ഞില്ലേ? എന്നിട്ട് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അത് വിലയിരുത്തിക്കൊണ്ടാണ് സേനാപതി പറയുന്നത് ജമാഅത്തെ CBCIയുടേതുപോലെ അത്രയേറെ ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയും ചെന്നെത്തി നിൽക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെയാണ്. 90കളിലെ ഇന്ത്യയിലെ രാഷ്ട്രീയം അതായിരുന്നു.
അതിന്റെ ഭാഗമായിട്ടല്ലേ ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപം കൊണ്ടത്. നിലപാട് ജമാഅത്തെ തള്ളിപ്പറയാൻ UDF തയ്യാറാകാത്ത പോലെ PDP തള്ളിപ്പറയാൻ LDF തയ്യാറാകുന്നില്ല. ഒറ്റ കാര്യം കൂടി, സമയം തീരുന്നത് കൊണ്ട് ശ്രീ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പോവാണ്, കാരണം എനിക്ക് കൈരളി ചാനലിൽ കൂടി പോകാനുള്ളത് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയാണ് INL നിങ്ങൾ സ്വീകരിച്ചില്ലേ? INL എടുത്ത നിലപാട് എന്താ? വർഗീയമാണോ? ഇന്ത്യയിലെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ ബാബരി മസ്ജിദ്, ആ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ പ്രതീകമായിട്ടുള്ള ബാബരി മസ്ജിദ് സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും കോൺഗ്രസിന്റെ ഭരണത്തിൽ അതിന്റെ ഒത്യാശയോടുകൂടി അതിന്റെ താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തപ്പോൾ പിന്നെയും ആ കോൺഗ്രസിന്റെ ഒക്കത്ത് കൂടി ആ RSSനെ പിന്തുണക്കുന്ന, RSSന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ആ കോൺഗ്രസ് ഭരണത്തോട് ഒട്ടിനിന്നപ്പോൾ അതിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി സെക്യുലറിസം സംരക്ഷിക്കണമെന്ന സുലൈമാൻ സേട്ട് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് PDPയുടെ നിലപാടും. അപർണ പറഞ്ഞ PJ രാജന്റെ പുസ്തകം എന്താ കാര്യം? അപർണ PDPയുടെ നിലപാടിനെ കുറിച്ചല്ല PJ രാജന്റെ പുസ്തകത്തിൽ വിമർശിച്ചിട്ടുള്ളത്, ISSന്റെ നിലപാടിനെ കുറിച്ചിട്ടാണ്. ISSന്റെ നിലപാടിനെ മദനി തന്നെ തള്ളി പറഞ്ഞതാ. എന്നാൽ PDP ആയിട്ട് അദ്ദേഹം മാറിയതിനു ശേഷം അങ്ങനെ ഒരു നിലപാടല്ല. അതാണ് ഇവിടെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് അശോക് കുമാർ മറുപടി സമയം ഇതുകൊണ്ട്. അഡ്വക്കേറ്റ് അശോക് കുമാർ എനിക്ക് ഒരു സെക്കൻഡ് നോക്കൂ, ഞാൻ നിലമ്പൂരിലെ കരുളായി പ്രദേശത്താണ് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്. അവിടെ കരുളായിലെ 1000-ഓളം വരുന്ന അഹമ്മദീയ കുടുംബാംഗങ്ങളുണ്ട്. ജമാഅത്ത് ഇസ്ലാമി എങ്ങനെയാണ് ലോക ശ്രദ്ധ നേടിയത്? 1953 അഹമ്മദീയ വിരുദ്ധ കലാപത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ ജമാഅത്ത് ഇസ്ലാമി ആ അഹമ്മദീയ വിരുദ്ധ കലാപത്തിന് ശേഷം പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു. പാകിസ്ഥാൻ പിന്നെ തീവ്രവാദത്തിലേക്ക് പോയി. ഇന്ത്യയിൽ ഇത് സാധ്യമാകുന്നില്ല. ഇന്ത്യയിൽ ഇത് സാധ്യമാകാത്തത് ഇന്ത്യയിലെ ശക്തമായ ഭരണകൂടമുള്ളത് കൊണ്ട്. അതേ സമയത്ത് ഈ തരത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കാൻ കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല. ഇത് വെറുതെ ഉണ്ടായതല്ല. ഇതിന് കഴിഞ്ഞ 15 ദിവസമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. മുനമ്പത്തെ സാഹചര്യത്തിൽ വഖഫ് ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് നിലപാടെടുത്തതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മർദ്ദമുണ്ടായിരുന്നു. ഇത് വഖഫ് ബില്ലിനെ പാർലമെന്റിൽ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രചാരണത്തിൽ BJP ഈ തരത്തിൽ പ്രചാരണത്തിൽ ഇരു മുന്നണികളുടെയും വർഗീയ പാർട്ടികളോടുള്ള നിലപാട് എന്നുള്ളതിൽ തർക്കമില്ല. ശ്രീ അഡ്വക്കേറ്റ് മുട്ടൻ നാസർ, അതുകൊണ്ട് അതേ സമയത്ത് തന്നെ അപ്പുറത്ത് പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണ് PDP എന്ന് പറയുന്നു. ഹമാസിനോടും PDPയോടും ഒരേ നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ ഏതായാലും പിന്തുണ തള്ളിപ്പറയാൻ തൽക്കാലം തെരഞ്ഞെടുപ്പ് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഒരു മുന്നണിയും തയ്യാറാകില്ല എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ സമയപരിമിതി ഉണ്ട്. പിന്തുണ ആരും തള്ളിപ്പറയാൻ തൽക്കാലം നിൽക്കുകയില്ല. തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഇനി ഏതൊക്കെ തരത്തിലുള്ള പുതിയ പിന്തുണകളാണ് വരാനിരിക്കുന്നത് എന്നൊക്കെ കാണാൻ അറിയുന്നതേ ഉള്ളൂ. ഇനിയുമുണ്ടല്ലോ വോട്ട് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെത്താൻ ഇനിയുമുണ്ടല്ലോ ദിവസങ്ങൾ, കണ്ടറിയാനിരിക്കുന്നേ ഉള്ളൂ. ബാക്കിയുള്ള ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും ഒക്കെ. PDPയുടെ പിന്തുണ വാങ്ങാമെങ്കിൽ വെൽഫെയർ പാർട്ടിയെ CPM എതിർക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രേക്ഷകരോട് ചോദിച്ചത്. 34% പ്രേക്ഷകർ എതിർക്കാം എന്ന് പറയുമ്പോൾ 60% പ്രേക്ഷകരും അതിലർത്ഥമില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും വളരെയധികം നന്ദി. BPP മുസ്തഫ, അഡ്വക്കേറ്റ് സേനാപതി വേണു, ശ്രീ അഡ്വക്കേറ്റ് TK അശോക് കുമാർ, ഒപ്പം അഡ്വക്കേറ്റ് മുട്ടൻ നാസർ പ്രൈം ഡിബേറ്റിൽ നമുക്കൊപ്പം ചേർന്നതിന് പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.